രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണുള്ളത്? അതാണ് ഇനി അറിയേണ്ടത്. അല്ലാത്ത ഓരോ തവണയും പ്രതികരണങ്ങളുമായി പ്രചാരണത്തിലുമൊക്കെ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലുണ്ടോ നോക്കാം നമുക്ക്. ഇക്ബാൽ അറക്കലുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ അറക്കൽ, പാലക്കാട് ഉച്ചവരെ രാഹുലിനെ കണ്ടവരുണ്ട്. രാഹുൽ ഇപ്പോൾ എവിടെയുണ്ട്? എം ഓഫീസിൽ ആരുണ്ട്? അതായത് ഇന്ന് ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു. പാലക്കാട് കണ്ണാടി കേന്ദ്രീകരിച്ചുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പിന്നീട് രാഹുലിനെ ആരും തന്നെ കണ്ടിട്ടില്ല. കണ്ണാടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ രാഹുലിനെ പിന്നീട് രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പോലും ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. നമ്മൾ നേരിട്ട് കണ്ണാടിയിലേക്ക് പോയിരുന്നു. അവിടെ പോയി കോൺഗ്രസിന്റെ നേതാക്കളുമായി അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെയാണ് പാലക്കാട് കാടാങ്കോടുള്ള രാഹുലിന്റെ MLA ഓഫീസിലേക്ക് വരുന്നത്. ഇവിടെ കാണുന്ന ദൃശ്യം ഇത്തരത്തിലാണ്. ഇവിടെ MLA ഓഫീസ് ഇപ്പോൾ അടച്ചിട്ട നിലയിലാണ് ഉള്ളത്. ഇവിടെ സാധാരണ രീതിയിൽ ജീവനക്കാരെല്ലാവരും ഉണ്ടാവാറുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ MLA ഓഫീസ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ ജീവനക്കാരോ ആരും തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ഏതായാലും രാഹുലുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിന് PS ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം ഫോണിൽ സംസാരിക്കാൻ ഒന്നും തയ്യാറാവാത്തൊരു സാഹചര്യമാണുള്ളത്. അവരാരെയും ഫോണിൽ ലഭ്യമല്ലാത്തൊരു സ്ഥിതി നിലവിലുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നവരെ പാലക്കാട് സജീവമായി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ പ്രചരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാർത്ത വന്ന് പിന്നീട് രാഹുലിനെ കാണാത്ത സ്ഥിതി ഉണ്ടാവുന്നു. പിന്നീട് ഒളിവിലേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് ആ കാണാതാവുന്ന രാഹുൽ പിന്നീട് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്ന രീതിയിലേക്ക് മാത്രമാണ് പിന്നീട് രാഹുലിനെ കാണുന്നത്. ഏതായാലും രാഹുൽ എവിടെ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാഹുലിനെ വിവിധ ഇടങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നു. കണ്ണാടിക്ക് ശേഷം പിന്നീട് നൂറണി ഭാഗത്ത് രാഹുൽ എത്തുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നൂറണിയിലും നിലവിൽ ഇതുവരെയും രാഹുൽ എത്തിയിട്ടില്ല.